നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിപരവും പാർട്ടി രാഷ്ട്രീയവും തമ്മിലുള്ള അതിരുകൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെ ആറന്മുളയിൽ വീണ്ടും മത്സരിപ്പിക്കാനുള്ള CPM തീരുമാനം, അതിനെതിരെ ഭർത്താവ് ജോർജ് ജോസഫ് ഉയർത്തിയ അഭ്യർത്ഥന, ഇവർ രണ്ടും ചേർന്ന് ഇപ്പോൾ രാഷ്ട്രീയ വേദിയിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ അന്തിമ നിലപാട് എന്താകുമെന്നത് മാത്രമല്ല, ഭരണ മികവും ആരോപണങ്ങളും വിജയ സാധ്യതകളും ഉൾപ്പെടുന്ന സമഗ്ര വിലയിരുത്തലാണ് നിർണായകം. മന്ത്രി വീണ ജോർജിനെ മത്സരിപ്പിക്കുന്നതെന്ന ഭർത്താവ് ജോർജ് ജോസഫിന്റെ ആവശ്യം CPM അംഗീകരിക്കാൻ ഇടയില്ല. ആറന്മുളയിൽ വീണയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം CPM എടുത്ത സ്ഥിതിക്ക് അതിൽ നിന്ന് പിന്നോക്കം പോകാനാവില്ല എന്ന സൂചനയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുവരുന്നത്. ബുധനാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വ്യാഴാഴ്ച സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജോർജിന്റെ ആവശ്യം യോഗത്തിൽ പങ്കെടുത്ത തോമസ് ഐസക് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയം ബുധനാഴ്ച പരിഗണിക്കാനിടയുണ്ട്. ഭർത്താവിന്റെ ആവശ്യത്തിന് വഴങ്ങണ്ട എന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുക എന്നാണ് വിവരം. ആദ്യമായി വീണ ജോർജിന്റെ ഭരണ മികവിനെ കുറിച്ച് നോക്കേണ്ടതുണ്ട്. ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് കോവിഡ് കാലഘട്ടത്തിനു ശേഷമുള്ള ആരോഗ്യ രംഗത്തിന്റെ പുനർസംഘടനയിൽ സജീവ പങ്കാളിയായിരുന്നു. സർക്കാർ ആശുപത്രികളിലെ സൗകര്യ വികസനം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, ആരോഗ്യ മേഖലയിലെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ ഇടപെടലുകൾ നടത്തിയതായി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. നിപ്പ വൈറസ് പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വകുപ്പിന്റെ ഏകോപന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും പൊതുവേദികളിൽ സർക്കാർ നിലപാട് പ്രതിരോധിക്കുന്നതിലും അവർ മുന്നിൽ നിന്നത് പാർട്ടിക്ക് രാഷ്ട്രീയമായി കരുത്തായി. അതേസമയം വിവാദങ്ങളും ആരോപണങ്ങളും അവരെ പിന്തുടർന്നിട്ടുണ്ട്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ചില ഭരണപരമായ പിഴവുകൾ, ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവുകൾ, നിയമന വിതരണ നടപടികളിലെ വിമർശനങ്ങൾ തുടങ്ങിയവ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കാട്ടി. പ്രത്യേകിച്ച് ചില സംഭവങ്ങളിലെ സർക്കാർ പ്രതികരണ സമയം സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും പാർട്ടി നേതൃത്വം ഈ ആരോപണങ്ങളെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തി. ഭരണപരമായ വെല്ലുവിളികൾ ഒരു മന്ത്രിയുടെ വ്യക്തിപരമായ പരാജയമെന്ന നിലയിൽ കാണാനാവില്ല എന്നും സമഗ്ര സംവിധാനത്തിന്റെ പ്രശ്നങ്ങളാണെന്നും CPM വാദിക്കുന്നു. ആറന്മുള മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കണക്കുകൂട്ടലുകളും ഈ തീരുമാനത്തിൽ നിർണായകമാണ്. മണ്ഡലത്തിൽ ശക്തമായ സംഘടനാ അടിത്തറ CPM-നുണ്ട്. പ്രാദേശിക തലത്തിൽ പാർട്ടി ഘടകങ്ങൾ വീണ ജോർജിനോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് സൂചന. മന്ത്രിസ്ഥാനത്തിന്റെ പ്രഭാവം, ഭരണ പരിചയം, സംസ്ഥാന തലത്തിൽ ലഭിച്ച ശ്രദ്ധ എന്നിവ തിരഞ്ഞെടുപ്പിൽ പ്രയോജനകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് നിലവിൽ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഒരു മന്ത്രിയെ പിൻവലിക്കുന്നത് ദൗർബല്യ സൂചനയായി പ്രതിപക്ഷം പ്രചരിപ്പിക്കാനിടയുണ്ടെന്ന ആശങ്കയും നേതൃത്വം പങ്കിടുന്നു. ഭർത്താവിന്റെ അഭ്യർത്ഥനയെ പാർട്ടി എങ്ങനെ കാണുന്നു എന്നതും രാഷ്ട്രീയപരമായി സുപ്രധാനമാണ്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് പാർട്ടി ശൈലിക്ക് വിരുദ്ധമാണെന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. കൂട്ടായ്മയും സംഘടനാ നിഷ്ഠയും മുൻനിർത്തുന്ന പാർട്ടിയായതിനാൽ വ്യക്തിപരമായ അഭ്യർത്ഥനകൾക്ക് വഴങ്ങുന്നത് തെറ്റായ മാതൃക സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അന്തിമ തീരുമാനം പാർട്ടി ശാസനയും രാഷ്ട്രീയ പ്രായോഗികതയും തമ്മിലുള്ള തുലനമാകും. തിരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതകളെ കുറിച്ച് നോക്കുമ്പോൾ ഭരണവിരുദ്ധ തരംഗമുണ്ടോ എന്നതാണ് മുഖ്യ ചോദ്യം. സംസ്ഥാന തലത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പൊതുഭാവം മണ്ഡലങ്ങളിലേക്കും പ്രതിഫലിക്കും. ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെ പ്രചരിപ്പിക്കാനും ആരോപണങ്ങൾക്ക് മറുപടി നൽകാനും പാർട്ടിക്ക് സാധിച്ചാൽ വീണ ജോർജിന് മുൻതൂക്കം ലഭിക്കും. മറുവശത്ത് പ്രാദേശിക പ്രശ്നങ്ങൾ ശക്തമായി ഉയർത്തിപ്പിടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ മത്സരം കടുപ്പമാകും. വീണ ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം വ്യക്തിപരമായ അഭ്യർത്ഥനകളെക്കാൾ പാർട്ടി രാഷ്ട്രീയവും ഭരണ വിലയിരുത്തലുകളും മുൻനിർത്തിയുള്ളതായിരിക്കും. ഭരണമികവും വിവാദങ്ങളും ഒരുമിച്ച് തൂക്കി വിജയ സാധ്യതകൾ വിലയിരുത്തിയ ശേഷമായിരിക്കും CPM അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. ആറന്മുളയിലെ മത്സരം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പോരാട്ടമല്ല. വനിതാ നേതൃപ്രാതിനിധ്യം, ഭരണ വിലയിരുത്തൽ ഇവയെല്ലാം ഒരുമിച്ച് പരിശോധിക്കപ്പെടുന്ന രാഷ്ട്രീയ പരീക്ഷണമായിരിക്കും.